ശ്രീ യുവരാജ് ഗോകുൽ. അല്ല, ഇതിനകത്ത് ഇപ്പോൾ പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. അവിടെ ഒരു 5% കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPയുടെ ശക്തി കേന്ദ്രമെന്നറിയപ്പെടുന്ന പാലക്കാട് നഗരസഭയിലാണ് ഏറ്റവും അധികം വോട്ട് വർധനവുണ്ടായിരിക്കുന്നത്. മണ്ഡലത്തിൽ ആകമാനത്തിൽ വോട്ട് കുറവുണ്ടാകുമ്പോഴും നഗരസഭയിൽ 5% വർധനവുണ്ടായിരിക്കുന്നു. 65% എന്നുള്ള 70% പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിരായിരി പഞ്ചായത്തായിരുന്നു കഴിഞ്ഞ തവണ കോൺഗ്രസിന് വലിയ ലീഡ് സമ്മാനിച്ച ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത്. അവിടെ കഴിഞ്ഞ തവണ 77% ഉണ്ടായിരുന്നത് 70%, ഞാനിപ്പോൾ ഒരു മാധ്യമത്തിൽ വായിച്ചതാണ്, 70%ത്തിലേക്ക് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ കോൺഗ്രസിന്റെ വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് തീർച്ചയായിട്ടും പിറകിലേക്ക് പോകും. CPMന്റെ വോട്ട് നിലനിർത്താൻ സാധിച്ചു കഴിയുകയും കോൺഗ്രസിന്റെ വോട്ടുകൾ പിടിക്കാൻ പറ്റാതെ അവരുടെ വോട്ട് പോളിംഗ് ബൂത്തിൽ എത്താത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ ചെറിയ വോട്ടിനായിരുന്നാലും ശരി തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോകുവാനുള്ള രാഷ്ട്രീയ സാഹചര്യം പാലക്കാട് നിലവിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ, വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രസ്താവന തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതിനകത്ത് യാതൊരു ലോജിക്ക് ഇല്ലായ്മയും ഉണ്ട് എന്ന് ഈ കണക്ക് നോക്കിയതിന് ശേഷം എനിക്ക് തോന്നുന്നില്ല.